വെൽക്കം ടു സ്റ്റൂട്രെൻഡ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +2 ഫിസിക്സ് സെക്കൻഡ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്ന ടോപ്പിക്. സോ എന്താണ് ഡൈപോൾ എന്ന് നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചാണ് ഡൈപോൾ ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. സെയിം ഡേ നമ്മൾ ഇവിടെ ഒരു ഡൈപോൾ കൺസിഡർ ചെയ്യാണ്. -q +q എന്ന് പറയുന്ന രണ്ട് ചാർജസ്, അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഡൈപോൾ എന്ന് നമുക്കറിയാം. സോ അത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a ആയിട്ട് എടുക്കാം. സോ ഇതാണ് നമ്മുടെ ഡൈപോൾ. -q +q എന്ന് പറയുന്ന ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ ഡൈപോൾ എന്ന് അറിയാം. പക്ഷെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ രണ്ട് കണ്ടീഷൻ ആയിട്ടാണ് പഠിച്ചത്. എങ്ങനെയാണ്? ഒന്നില്ലെങ്കിൽ ആക്സിയൽ അല്ലെങ്കിൽ ഇക്വിറ്റോറിയൽ. പക്ഷെ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ആക്സിയലും അല്ല ഇക്വിറ്റോറിയലും അല്ല, ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എടുക്കുകയാണ്. അത് ആക്സിയലും അല്ല ഇക്വിറ്റോറിയലും അല്ല, ആക്സിയലും അല്ല ഇക്വിറ്റോറിയലും അല്ലാത്ത ഒരു കണ്ടീഷനിൽ പി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ അസ്യൂം ചെയ്യാണ്. സോ ഈ പോയിന്റ് നമ്മൾ പി എന്ന് കൊടുക്കാം. അപ്പൊ ഈ ഡൈപോൾ മൂലം പിയിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ പറയുന്ന ഡൈപോൾ പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് കണ്ടുപിടിക്കുന്നത്. സോ പിയിൽ നിന്ന് ഈ ഡൈപോളിന്റെ സെന്ററിലോട്ട് നമ്മൾ ലൈൻ വരയ്ക്കുകയാണ്. അതിന് O എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഡൈപോളും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഡൈപോളും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമ്മൾ R ആയിട്ട് എടുക്കുകയാണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡൈപോൾ ആൻഡ് ദ പോയിന്റ് P ഈസ് R. ഇതുവരെ ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ഡയഗ്രാമിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഫാക്ടേഴ്സ്. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ്? പിയിൽ ഉണ്ടാവുന്ന ഓവറോൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് -q മൂലം ഉണ്ടാവുന്ന പൊട്ടൻഷ്യലിന്റെയും +q മൂലം ഉണ്ടാവുന്ന പൊട്ടൻഷ്യലിന്റെയും സം അല്ലേ? സോ നമ്മൾ ഇതിനെ A എന്നും ഇതിനെ B എന്നും ഡിനോട്ട് ചെയ്യാണ്. ഇത് വേറെ ന്യൂമറൽസ് ആണ്, എയും ബിയും കൺഫ്യൂഷൻ ആവരുത്. ഇതിനെ മെയിൻ -q +q എന്ന് പറയുന്ന ചാർജ് ആണ്. എയും ബിയും നമ്മൾ ജസ്റ്റ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേരിയബിൾസ് ആണ്. സോ നമുക്കറിയാം ഓവറോൾ പൊട്ടൻഷ്യൽ V ഈക്വൽ ടു ദ പൊട്ടൻഷ്യൽ ഡ്യൂ ടു A പ്ലസ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു B അല്ലെ? A മൂലം ഉണ്ടാവുന്ന പൊട്ടൻഷ്യലിന്റെയും B മൂലം ഉണ്ടാവുന്ന പൊട്ടൻഷ്യലിന്റെയും സം ആയിരിക്കും പിയിൽ ഉണ്ടാവുന്ന ഓവറോൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് VA. A മൂലം ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? 1/4πε0 -q/r² ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. -q/r ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. നമ്മൾ കഴിഞ്ഞ ഡെറിവേഷനിൽ പഠിച്ചായിരുന്നു. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജിൽ പഠിച്ചു. -q/r ആണെന്ന് പഠിച്ചു. ഇവിടെ മൈനസ് വരാനുള്ള കാരണം ഈ ചാർജ് ഏത് സൈൻ ആണ്? മൈനസ് സൈൻ ആണ്. സോ അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്. ഇത് നമുക്ക് ഈ R എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ജനറലി എന്ന് പറയുന്നത്? ഈ -q-ഉം P-യും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R നമ്മൾ ജനറലി എടുക്കാറ്. പക്ഷെ നമുക്ക് ഇവിടെ എന്താണ് ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയോ? ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയില്ല. -q-ഉം P-യും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് അറിയില്ല. അതിന് പകരം നമുക്ക് ഏതാ അറിയാം? P-യും ഡൈപോളിന്റെ സെന്ററും വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ എന്ത് പറയുന്നത്? R എന്ന് പറയുന്നത്. സോ നമുക്ക് ആ ഡിസ്റ്റൻസ് അറിയില്ല. സോ നമുക്ക് ആ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എടുക്കാം? നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യാണ്. ഈ ഒരു പറയുന്ന O നമ്മൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാണ്. എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യാണ്. O എന്ന് പറയുന്ന ആ ഒരു പോയിന്റിനെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ N എന്ന് പറയുന്ന പോയിന്റ് അസ്യൂം ചെയ്യാണ്. N ക്ലിയർ അല്ലേ? O എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു, എന്നിട്ട് N എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഇപ്പൊ നമുക്ക് പറയാം, നമ്മളൊരു അസ്യൂം ചെയ്യാണ്, അതായത് AP ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു PN. AP ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു PN എന്ന് പറയാലോ. അതായത് ഇപ്പൊ പ്രോപ്പർലി എന്ന് പറയുന്നത് AP ഈ പറയുന്ന PO-നെക്കാളും വളരെ കൂടുതലാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പോയിന്റിനെ O-നെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തു, N എന്ന് പറയുന്ന പോയിന്റിലോട്ട് എത്തിച്ചു. അപ്പൊ നമുക്ക് പറയാം AP ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു PN. അപ്പൊ ഈ എക്സ്റ്റെൻഡ് ചെയ്ത ഡിസ്റ്റൻസ് തന്നെ നമ്മൾ ഇവിടെയും കൺസിഡർ ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ലൈൻ വരച്ചു. ഇവിടെ ലൈൻ വരച്ച് നമുക്ക് കിട്ടുന്നത് Q എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? BP ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു PQ എന്ന് എഴുതാം. ഇത് ആക്ച്വലി ഈക്വൽ അല്ല, അല്ലെങ്കിൽ എക്സാക്ട്ലി ഈക്വൽ ആണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഡെറിവേഷന് വേണ്ടി നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യാണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? PN-ഉം അതായത് ഇനി നമുക്ക് കണ്ടുപിടിക്കുന്ന ON-ഉം OQ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഇതാണ് നമ്മുടെ ആംഗിൾ θ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ cos θ ഈക്വൽ ടു എന്താണെന്ന് അറിയാം? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ തീറ്റന്റെ അഡ്ജസന്റ് സൈഡ് ഏതാണ്? ON അല്ലേ? അപ്പൊ ON ബൈ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? ഈ പറയുന്ന A എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അല്ല ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരിക. അപ്പൊ ON ഡിവൈഡഡ് ബൈ A. അപ്പൊ ON ഈക്വൽ ടു എന്ത് വരും? A cos θ എന്ന് വരും. ON ഈക്വൽ ടു A cos θ എന്ന് വരും. ക്ലിയർ അല്ലേ? ഈ എക്സ്റ്റെൻഡ് ചെയ്ത ഡിസ്റ്റൻസ് നമുക്ക് എന്തായിട്ട് കിട്ടി? A cos θ എന്ന് കിട്ടി. സോ നമുക്ക് BA കണ്ടുപിടിക്കാലോ. BA ഈക്വൽ ടു 1/4πε0 -q ഡിവൈഡഡ് ബൈ R. എത്ര വന്നു? ഇവിടെ നിന്ന് പഠിക്കുന്ന ഡിസ്റ്റൻസ് എത്ര കിട്ടി? ഇതുവരെയുള്ള ഡിസ്റ്റൻസ് R ഉം ഇവിടെ നിന്നുള്ളത് A cos θ. സോ
സോ ആർ പ്ലസ് എ കോസ് തീറ്റ എന്ന് വന്നു. ഇത് നമ്മുടെ ഇക്വേഷൻ 1 ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. ആർ പ്ലസ് എ കോസ് തീറ്റ ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുകയാണ്. നെക്സ്റ്റ് ബി നമ്മൾ കണ്ടുപിടിക്കുകയാണ്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ബി എന്ന് പറയുന്ന പോയിന്റ് മൂലം ബി എന്ന് പറയുന്നത് അതായത് പ്ലസ് ക്യൂ മൂലം പി ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ആണ് അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ സെയിം വേ നമുക്ക് എങ്ങനെ എഴുതാം? 1/4πε0 പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ് അതായത് പി ഒ അല്ലെങ്കിൽ ഒ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആറാണ്. ഈ പറയുന്ന ഒ ക്യു എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എ കോസ് തീറ്റയാണ്. അപ്പൊ എന്തായിരിക്കും ഡിസ്റ്റൻസ് വരിക? ആർ മൈനസ് എ കോസ് തീറ്റ ആയിരിക്കും ഈ പറയുന്ന എ ബി അല്ലെങ്കിൽ ബി പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വരിക. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് ക്ലിയർ അല്ലേ? ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ പ്ലസ് എ കോസ് തീറ്റ എങ്ങനെ വന്നെന്ന് വെച്ചാൽ ഒ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെക്കാട്ടിലും കൂടുതലാണ് എക്സ്. ആക്ച്വലി നമുക്ക് എന്ത് പറയാം? മൈനസ് ക്യൂവും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ആർ പ്ലസ് എ കോസ് തീറ്റ. ഈ പറയുന്ന ബി പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഒ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെക്കാളും കുറവാണ്. സോ നമ്മൾ അതിന് ആർ മൈനസ് എ കോസ് തീറ്റ എന്ന് എഴുതി. ഇതുവരെ ഓക്കെ അല്ലേ? ഇനി നമ്മൾ രണ്ടും കൂടിയിട്ട് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് 1ഉം 2ഉം ഈ പറയുന്ന എ എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ അതിൽ കോൺസ്റ്റന്റ് ടേംസ് എല്ലാം പുറത്തെടുക്കാം. ആദ്യം നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതാണ്. സോ ക്യൂ ഡിവൈഡഡ് ബൈ 4πε0 പോസിറ്റീവ് ആയിട്ടുള്ള ഏതാണ്? 1/r മൈനസ് എ കോസ് തീറ്റ അല്ലേ? 1/r മൈനസ് എ കോസ് തീറ്റ നമ്മൾ ആദ്യം എഴുതാണ്. നെക്സ്റ്റ് നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ളത് 1/r പ്ലസ് എ കോസ് തീറ്റ എന്ന് പറയുന്ന സെക്കൻഡ് ഇക്വേഷനും എഴുതി. ഇതുവരെ ഓക്കെ ഇനി വായിക്കാലോ? അപ്പൊ ഇതുവരെ വൃത്തിയായിട്ട് മനസ്സിലാക്കാം. ആദ്യം നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ടേം ആണ് ഫസ്റ്റ് എഴുതിയത്, നെഗറ്റീവ് ടേം സെക്കൻഡ് എഴുതിയിരിക്കുകയാണ്. ഓക്കെ ഫൈൻ. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതായത് v ഈക്വൽ ടു q ഇൻറ്റു 4πε0. നമുക്കറിയാം ഇത് രണ്ട് സൈഡും LCM മെത്തേഡ് നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? ആർ പ്ലസ് എ കോസ് തീറ്റ മൈനസ് ആർ മൈനസ് എ കോസ് തീറ്റ എന്ന് വരും. ക്ലിയർ അല്ലേ? ഡിവൈഡഡ് ബൈ ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്പിൾ അല്ലേ ചെയ്യാം? ഡിവൈഡഡ് ബൈ നമുക്കറിയാം ഇത് ഏത് ഫോമാറ്റിലാണ് ഉള്ളത്? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി അല്ലേ? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബിന്റെ ഇക്വേഷൻ എന്താണ്? നമുക്കറിയാവുന്ന ഇക്വേഷൻ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചതാണ്. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. സോ ഡിനോമിനേറ്റർ നമുക്ക് എങ്ങനെ എഴുതാം? ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ക്ലിയർ? ഇതുവരെ ഓക്കെ അല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ മൈനസ് സൈനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ മൈനസ് സൈനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ആണ്. സോ q ഡിവൈഡഡ് ബൈ 4πε0 ഈ മൈനസ് ഉള്ളിലോട്ട് ഇട്ടുണ്ടാവും ആർ പ്ലസ് എ കോസ് തീറ്റ മൈനസ് ആർ പ്ലസ് എ കോസ് തീറ്റ എന്ന് വരും. പ്ലസ് എ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഈ സെയിം വാല്യൂ നമ്മൾ എഴുതണം. ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്ന വാല്യൂ അതുപോലെ തന്നെ എഴുതി. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതിൽ കോമൺ ആയിട്ട് ടേംസ് ക്യാൻസൽ ചെയ്യാലോ. പ്ലസ് ആറും മൈനസ് ആറും ക്യാൻസൽ ചെയ്യാണ്. പ്ലസ് ആറും മൈനസ് ആറും ക്യാൻസൽ ചെയ്യാലോ. ബാക്കിയുള്ള ടേംസ് നമ്മൾ ആഡ് ചെയ്ത് എഴുതുകയാണ്. q ഡിവൈഡഡ് ബൈ 4πε0 ബാക്കി എന്താണ്? എ കോസ് തീറ്റയും എ കോസ് തീറ്റയും. എ കോസ് തീറ്റ പ്ലസ് എ കോസ് തീറ്റ നമുക്ക് എത്ര എഴുതാം? 2a കോസ് തീറ്റ എന്ന് എഴുതാലോ. 2a കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ഇതുവരെ ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു ഡൈപോൾ മൊമെന്റ് P ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് അറിയാം? ഡൈപോൾ മൊമെന്റ് P ഈക്വൽ ടു 2aq ആണെന്ന് അറിയാലോ. ഡൈപോൾ മൊമെന്റ് P ഈക്വൽ ടു 2aq ആണെന്ന് അറിയാം. ഇവിടെ 2a ഉണ്ട്, ഇവിടെ q ഉണ്ട്. സോ നമുക്ക് രണ്ടും കൂടി 2aq എന്ന് എഴുതാലോ. ഈ P എന്ന് പറയുന്ന 2aq ഈ പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ q 2a ഇത് മൊത്തത്തിൽ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? P എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ v ഈക്വൽ ടു എന്ത് എഴുതാം? 1/4πε0 P cos theta divided by r square minus a square cos square theta എന്ന് എഴുതാം. ഇവിടെ നമ്മൾ ഫൈനൽ ഇക്വേഷൻ എൻഡ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് അറിയാം, കുറച്ചുകൂടി സിംപ്ലിഫിക്കേഷൻ മെത്തേഡിലൂടെ നമ്മൾ കടക്കുകയാണ്. അതായത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ്? എ സ്ക്വയർ എന്ന് പറയുന്നത് ആറിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ വാല്യൂ ആണ്. സോ എ പറയുന്ന വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? വളരെ ലെസ് ദാൻ ആർ ആണ്. സോ എനെ നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം. സോ എനെ നെഗ്ലക്ട് ചെയ്ത ഇക്വേഷൻ എങ്ങനെയായി മാറും? v equal to 1/4πε0 p cos theta divided by r square എന്ന് വരും. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഫൈനൽ ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് ഇതിന് രണ്ട് കണ്ടീഷൻസ് നമ്മൾ അസ്യൂം ചെയ്യാണ്. നമുക്കറിയാം ഇത് ആക്സിയലും അല്ല ഇക്വിറ്റോറിയലും അല്ല, ഇൻ ബിറ്റ്വീൻ ആക്സിയലിന്റെയും ഇക്വിറ്റോറിയലിന്റെയും ഇടയിലാണ് ഈ ഒരു ഡെറിവേഷൻ നമ്മൾ എടുത്തതെന്ന് അറിയാം. പി ആയിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തു.
കുറച്ചുകൂടി ഇൻക്ലൈൻഡ് ആണ്, കാരണം എക്സാക്ട്ലി അത് ഇക്വിറ്റോറിയൽ അല്ല. സോ നമുക്ക് ഇനി നമ്മൾ രണ്ട് കണ്ടീഷൻസ് ചെക്ക് ചെയ്യാണ്. ആക്സിയലും ഇക്വിറ്റോറിയലും തുടങ്ങിയ രണ്ട് കണ്ടീഷൻസ് ചെക്ക് ചെയ്യാണ്. നമുക്കറിയാം ആക്സിയൽ ആവുമെങ്കിൽ, ആക്സിയൽ എന്ന് വെച്ചാൽ എന്താണ്, ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും, 0 ഡിഗ്രിയിലാണ് ആക്സിയൽ വരിക. അതായത് നമ്മുടെ പോയിന്റും ഡൈപോളും ഇങ്ങനെ ആകുമ്പോഴല്ലേ നമ്മുടെ ആക്സിയൽ വരിക. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചാണ്. സോ ആക്സിയൽ ആവണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി മാറും, 1/4π എപ്സിലോൺ നോട്ട് cos 0 എത്രയാണ്, 1 അല്ലേ, cos 0 1 ആണ്. കാരണം തീറ്റയ്ക്ക് നമ്മൾ 0 ഡിഗ്രി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. cos 0 1 അല്ലേ, അപ്പൊ ഇക്വേഷൻ എങ്ങനെയായി മാറും, P/r² ആയിട്ട് മാറും. ഇതാണ് നമ്മുടെ ആക്സിയൽ ആണെങ്കിൽ ഉണ്ടാവുന്ന ഇക്വേഷൻ. ഇനി അതേ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം, ഇക്വിറ്റോറിയൽ ആയിട്ട് കൺസിഡർ ചെയ്യാലോ. ഇക്വിറ്റോറിയൽ ആവുമ്പോൾ ആംഗിൾ എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കില്ലേ. അതായത് P ഏകദേശം ഇവിടെ വരും. ഇങ്ങനെയായിരിക്കും ഇക്വിറ്റോറിയൽ ആവുമ്പോൾ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. അപ്പൊ തീറ്റയ്ക്ക് എത്രയായിരിക്കും, തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും ഇക്വിറ്റോറിയൽ. ആക്സിയലിന്റെ കേസിൽ തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി ആയിരുന്നു. ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആയിരുന്നു, ഇത് സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ എടുക്കുകയാണ്. അപ്പൊ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. cos 90 എത്രയാണ്, 0 അല്ലേ, cos 90 0 ആണ്. അപ്പൊ ഹോൾ ഇക്വേഷൻ എന്തായി മാറും, 0 ആയിട്ട് മാറും. അപ്പൊ ആക്സിയൽ ആവുമ്പോൾ നമ്മുടെ ഓവറോൾ ഇക്വേഷൻ എന്തായിട്ട് വരും, 1/4π ε0 P/r² ആയിട്ട് വരും. ഇക്വിറ്റോറിയൽ ആണെങ്കിൽ ഓവറോൾ ഇക്വേഷൻ 0 ആയിട്ട് വരും. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഇതിലാണ് നമ്മൾ ഇക്വിറ്റോറിയൽ ആക്സിയൽ കണ്ടീഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഈ രണ്ട് കണ്ടീഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷകളിൽ MCQ ക്വസ്റ്റ്യൻസിൽ ഇത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഡെറിവേഷനും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്.